എന്നെ ഈ പരാതി പറഞ്ഞ ആളുകളിൽ ഏറ്റവും ഞെട്ടിച്ച ആളുകളിൽ ഒരാൾ ഷഹനാസാണ്. ഷഹനാസ് എൻ്റെ ഇവരെയൊക്കെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ചും കൂടെ അടുത്ത സുഹൃത്തായിരുന്നു എന്ന് ഞാൻ ധരിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഷഹനാസ് പറയുന്നത് കർഷക സമരത്തിൻ്റെ സമയത്ത് ഞാൻ ഷഹനാസിനോട് മിസ്ബിഹേവ് ചെയ്തു, ഡൽഹിയിലേക്ക് ക്ഷണിച്ചു. ഷഹനാസ് ചുട്ട മറുപടിയും പറഞ്ഞു എന്നാണ് ഷഹനാസിൻ്റെ ആരോപണം. ഷഹനാസ് ആ മറുപടി പറഞ്ഞതൊന്ന് പുറം ലോകത്തേക്ക് വിടട്ടെ. അപ്പം ഞാൻ വിടുമ്പോഴല്ലേ ഉള്ളൂ ഇപ്പം അങ്ങ് അടക്കമുള്ള ആളുകൾ വെല്ലുവിളിയാണെന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, എന്നാ താങ്കൾ എടുത്ത് പരിശോധിക്കൂ. ഞാൻ തയ്യാറാണെന്നേ. അതിൽ കൂടുതൽ ഞാൻ എങ്ങനെ ക്ലാരിറ്റി വരുത്തണ്ടേ? ഇപ്പം കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയുന്ന റിസർവേഷൻസ് ഉണ്ട്. കേസില്ലാതെ എനിക്കെതിരെ വന്ന ആരോപണങ്ങൾ ഇതിനപ്പുറം ഞാൻ എങ്ങനെയാ പറയണ്ടേ? ഞാൻ ചോദിക്കുന്നു. ഇപ്പൊ ഞാനൊന്ന് ഞാൻ അതിലേക്കാ പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ ചാറ്റ് പുറത്തു വിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറയും, ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറയും ഞാൻ ഭീഷണിപ്പെടുത്തുന്നതാണ്. വേണ്ട, ഷഹനാസ് തന്നെ കാണിക്കട്ടെ. ഇനിയും താങ്കളുടെ ചോദ്യം, താങ്കൾ എന്താ പറഞ്ഞത്? ഷാഫി പറമ്പിലിനോട് എന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കരുതെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി എനിക്കറിയില്ല. അത് ഷാഫി പറമ്പിലും ശ്രീമതി ഷഹനാസും പറയേണ്ടുന്ന കാര്യമാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ ആശംസ നേർന്നിട്ടുള്ള ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം എനിക്ക് അഭിനന്ദനം പറഞ്ഞ ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം നീ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അടക്കമുള്ള പരിപാടികൾ നടത്തണം എന്ന് പറഞ്ഞ് എനിക്ക് ഉപദേശം തന്ന ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം എൻ്റെ ഒരു ഭാരവാഹിയെ പറ്റി എന്നോട് സൂചിപ്പിച്ച ഷഹനാസാണ്. ഇനി എനിക്കറിയുന്ന ഷഹനാസ് പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ജൂലൈ മാസം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് പോലില്ല, ജൂലൈ മാസം ഇങ്ങോട്ട് നീ പാലക്കാട് മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് നീ മത്സരിക്കണം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ എൻ്റെ സുഹൃത്താണ്. ഷഹനാസ് എന്നെ ദുബായിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇതൊക്കെ പോട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ. അത് തന്നെയാണ് പറയുന്നത്. ഞാൻ അവരെ പറ്റി ഒരു റോങ് ഇൻറ്റൻഷൻ അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറയുന്ന മൊത്തം എന്താ കേൾക്കാത്തേ? ഷഹനാസ് എന്നെ ദുബായിലേക്ക് വിളിക്കുന്നത് മാക്ബത്ത് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഷഹനാസിന് കൂടി പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ ബുക്ക് പബ്ലിഷിങ്ങിലാണ്. എൻ്റെ ചോദ്യം, 2020 മറ്റോ അല്ലേ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് സംഭവം അവർ പറയുന്നത്? കർഷക സമരം ആ സമയത്താണല്ലോ. ആ ആളെ 2024 എന്തിനാ മാക്ബത്ത് പബ്ലിക്കേഷൻസിൻ്റെ പുസ്തക പ്രകാശനത്തിന് വേണ്ടി ക്ഷണിക്കുന്നത്? രാഹുലെ, ഈ തുറന്നു പറച്ചിലുകളൊക്കെ ഇച്ചിരി വൈകിപ്പോയോ എന്നുള്ള ഒരു സംശയം മാത്രമേ എനിക്കുള്ളൂ. ഇപ്പം രാഹുൽ തുറന്നു പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഞാൻ വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങളാണ്. അതിന് മുൻപ് ഒരു തവണ ഇതേ ഷഹനാസിൻ്റെ ഫേസ്ബുക്കിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് വിജയിച്ച് കയറിയപ്പോഴും ഒക്കെ അഭിനന്ദിക്കുകയും ആഘോഷിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഇവിടെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഇവിടെ 2020 ഈ പറയുന്ന കർഷക സമരത്തിന് പോകാൻ വേണ്ടിയിട്ട് ഡൽഹിയിലെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു എന്നൊന്നുമല്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒരാൾ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നിരന്തരമായിട്ട് അയാളെ അഭിനന്ദിക്കുവാനും അയാളെ സപ്പോർട്ട് ചെയ്യാനും അയാളുടെ വിജയം ആഘോഷിക്കുവാനും അയാൾക്ക് ഉപദേശങ്ങൾ നൽകുവാനും, ഇനി അയാളെ തന്നെ ദുബൈയിൽ ബുക്ക് ഫെസ്റ്റിവൽ, ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പോലെയുള്ള ഫെസ്റ്റിവലുകൾ കൊണ്ടുപോയി അവിടെ അയാളെ കൊണ്ടുപോകുമായിരുന്നില്ല, ഉണ്ടായിരുന്നില്ല അല്ലേ? ഇവിടെ ഞാൻ മുൻപേ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ഹണി ഭാസ്കർ, ഷഹനാസ്, റിനി ആൻഡ് ജോർജ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾക്ക് പരാതികളില്ല, ഞങ്ങൾ നിയമം പിടിക്കില്ലേ, ഞങ്ങൾ ഇങ്ങനെയില്ല എന്ന് പറഞ്ഞ ഈ കൂട്ടിക്കൊടുപ്പുകാരുടെ പിന്നിൽ സരിനും സരിൻ്റെ ഭാര്യയുമാണ്. മനസ്സിലായില്ലേ? സരിനും സരിൻ്റെ ഭാര്യയുമാണ്. സൗമ്യ സരിന് ദുബൈയിലുള്ള ഈ പറയുന്ന ഷാർജ ദുബൈ കണക്ഷനുകൾ അതിനെ സരിൻ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. അതിനു വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടവുമായിട്ടോ കോൺഗ്രസിൻ്റെ നേതാക്കളുമായിട്ടോ ബന്ധമുള്ള, പരിചയമുള്ള, അവരുമായിട്ട് എന്തെങ്കിലും കണക്ഷനുള്ള ആളുകളെ തെരഞ്ഞു പിടിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതാണ് ഈ ഷഹനാസ്, ഈ ഹണി ഭാസ്കർ ഒക്കെ. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന റിനി ആൻഡ് ജോർജു.
ഇത് ഞാൻ മുമ്പ് പല തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇവർക്കൊക്കെ സരിനും സരിൻ്റെ ഭാര്യയുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 2020 കർഷക സമരത്തിലേക്ക് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു എന്ന് പറയുന്ന ഷഹനാസ് ആ 2020 കഴിഞ്ഞിട്ടാണ് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ഒക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളിലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം അവിടെയാണ് നമ്മുടെ ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമാണ്, രാഹുൽ വളരെ വ്യക്തമാണ്. ഇത് രാഹുലെ നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്, അല്ലേ? ഇപ്പം ഈ ഷഹനാസിൻ്റെ കാര്യത്തിൽ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ ടൈം ലൈനിൽ ഒന്നെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വീഡിയോയിൽ ഞാൻ ഈ ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ സമയത്ത്, രാഹുൽ മാങ്കൂട്ടത്തിൽ അതുപോലെ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച സമയത്ത്, അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ഓരോ ടേണിംഗ് പോയിന്റുകളിൽ എത്തി നിൽക്കുമ്പോഴും അതിനെ അഭിനന്ദിച്ചും ആശംസകൾ അറിയിച്ചും ആഘോഷിച്ചും ഷഹനാസ് ഉണ്ടായിരുന്നു. സ്വാഭാവികമായ ഒരു ചോദ്യം, ഇന്നലെ റിനി ആൻ ജോർജിനോട് ചോദിച്ച അതേ ചോദ്യം. ഈ പറയുന്ന റിനിക്ക് ആദ്യത്തെ 24 മണിക്കൂർ പരിചയപ്പെട്ട ആദ്യത്തെ 24 മണിക്കൂറിലാണ് റിനിക്ക് എന്തുണ്ടായത്? ദുരനുഭവം ഉണ്ടായത്. ഷഹനാസിനുണ്ടായത് 2020. പക്ഷേ ഇതൊക്കെ പറയുന്ന ആളുകൾ ഇത് കഴിഞ്ഞും രാഹുൽ മാങ്കൂട്ടവുമായി നല്ല ബന്ധത്തിലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഒറ്റയടിക്ക് ഏതോ ഒരു പോയിന്റിൽ എവിടെയോ വെച്ച് ഇവരുടെ തീരുമാനങ്ങൾ മാറ്റി ഇവർ പലതും വിളിച്ചു പറയാൻ ഒരുങ്ങി തയ്യാറായി ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താ? കാരണം പണമാണ്. പണം ആവശ്യത്തിലധികം പണം ഇവർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ റിനി ആൻ ജോർജ് വാ തുറക്കുന്നില്ല, ഷഹനാസ് വാ തുറക്കുന്നില്ല, ആരും തന്നെ വാ തുറക്കുന്നില്ല. അപ്പം അതിൽ ഒരു വാ തുറക്കുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണെന്നറിയാമോ? ഞാൻ മാത്രം കണ്ടു എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ആ വ്യക്തി എന്താണ് പറയുന്നത്? ആ വ്യക്തി അപ്പോൾ എന്നിട്ടിപ്പോൾ ഇന്നലെ രാത്രി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇൻ്റർവ്യൂ പുറത്തു വന്നതിൽ പിന്നാലെ ഷഹനാസ് ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ട് വലുതായിട്ട് ചിരിക്കുകയാണ് വലിയ വായിൽ. എനിക്ക് ഇത്രയും സാധിക്കുമോ? എന്നോട് തന്നെ എനിക്കൊരു ബഹുമാനം, ഞാൻ എന്നെ തന്നെ സല്യൂട്ട് ചെയ്തു, കൊടുക്കടാ കേസ്, എന്നിട്ടൊരു പുച്ഛഭാവോ. അപ്പോൾ ഷഹനാസിനോട് ചോദിക്കുന്നത്, ഷഹനാസിന് ഇത്ര സാധിക്കുമോ എന്ന് പറഞ്ഞാൽ കിടന്നു കൊടുത്താൽ ആർക്കും എന്തും സാധിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അതല്ല നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് അതല്ല. ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഷഹനാസ് 2020 ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്നത്. അതേ ഷഹനാസ് അത് കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടു നടന്നിട്ടുണ്ടല്ലോ തലയിൽ. അപ്പോൾ അതിൻ്റെ ഒരു മൊറാലിറ്റി എന്താണ് എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. അതിന് ഉത്തരവുണ്ടോ എന്നുള്ളതാണ്. അല്ലാണ്ട് രാഹുൽ മാങ്കൂട്ടം കേസ് കൊടുക്കാനോ ഉണ്ടാക്കാനോ ഒന്നും പോകുന്നില്ല. അത് അല്ലാതെ തന്നെ ഉണ്ടാക്കാൻ രാഹുലിന് അറിയാമെന്നുള്ളത് ഷഹനാസ് മനസ്സിലാക്കുന്നതല്ലായിരിക്കും. അപ്പോൾ ഇതൊക്കെ നല്ല ഒന്നാന്തരം പൊളിറ്റിക്കൽ പിമ്പിങ് ആണ്, കൂട്ടിക്കൊടുപ്പാണ്, രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പം നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ഓരോന്നായി നീക്കി പുറത്തേക്ക് വരിക. അപ്പം ഇതൊക്കെ സോഷ്യൽ മീഡിയ വല്ലാതെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പം ഷഹനാസ് കർഷക സമരത്തിൻ്റെ സമയത്ത് അത് സംഭവിച്ചു എന്ന് പറഞ്ഞ ഷഹനാസ്, അത് കഴിഞ്ഞിട്ട് ഷഹനാസിൻ്റെ ഫേസ്ബുക്ക് വാളുകളിൽ നിറഞ്ഞു നിന്ന രാഹുൽ മാങ്കൂട്ടം. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം, ഷഹനാസ് പറ, ദുരനുഭവം ഉണ്ടായ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ച വ്യക്തിയെ എന്തിനാണ് പുസ്തക പ്രകാശനത്തിന് ക്ഷണിക്കുന്നത്? എന്തിനാണ് അയാൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത്? എന്തിനാണ് അയാൾക്ക് ആശംസകൾ അറിയിക്കുന്നത്? അതാണ് ചോദ്യം. ആ ചോദ്യത്തിനൊരു മറുപടി കിട്ടിയാൽ മതി. മനസ്സിലായില്ലേ? അതാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ ഈ പറയുന്ന ആരുടെയൊക്കെയോ കൂട്ടിക്കൊടുപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ ഉളുപ്പും മാനവും ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഞാനിത് കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞതാണ്. ഈ പറയുന്ന സൗമ്യ സരിൻ, ഷഹനാസ്, ഹണി ഭാസ്കർ, ഇതൊക്കെ
വല്ലാതെ കണക്റ്റഡാണ്, ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള കാര്യമാണ് ഇതിൽ പറയാനുള്ളത്. മനസ്സിലായില്ലേ? ഇവിടെ ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റിയ ഒരു തെറ്റെന്ന് പറയുന്നത്, അയാൾ ഒരു ഇച്ചിരി നേരത്തെ ഒരു തുറന്നു പറച്ചിലിന് അയാൾ സന്നദ്ധനാകണമായിരുന്നു. അയാളെല്ലാം പുറത്തേക്ക് വിടണമായിരുന്നു. കേസോ കേസിനപ്പുറമോ അല്ലെങ്കിൽ മറ്റുള്ള പരിഗണനകളോ ഒന്നിനും അയാൾ ഒന്നും പരിഗണിക്കാതെ, കാരണം നിങ്ങളുടെ പേര് വലിച്ചിഴക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റൊന്നിനെക്കുറിച്ചും യാതൊരു ചിന്തയും നടത്താതെ നിങ്ങളത് ഇച്ചിരി വൈകിപ്പോയി എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന ആളുകളെ തിരിച്ചറിയാനും രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വേദനാജനകമായ കാര്യം എന്ന് പറയുന്നത്. ഇതിലൊക്കെ വലിയ കളികൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഹാഷ്മി രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, തിരിച്ചും 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 എന്തുകൊണ്ട് പരാതി വരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിനെ തൊടാൻ കഴിയുന്നില്ല എന്ന് കാണുമ്പോഴാണ് തിരിച്ചു പരാതികൾ വന്നത്. ഇനി ഈ വന്ന പരാതികൾ, ഹാഷ്മിയോടൊരു തിരിച്ചൊരു ചോദ്യം, ഈ വന്ന പരാതികളുടെയൊക്കെ അവസ്ഥ എന്താണ്? ഇപ്പം 3 പരാതികൾ വന്നല്ലോ, ഈ 3 പരാതികളും കോടതിയിൽ എന്താണ് അവസ്ഥ അതിൻ്റെ? അതോ നിങ്ങൾ കോടതിയിൽ കാര്യങ്ങൾ, അതാണ് നിങ്ങളുടെ ഒരു പ്രശ്നം. ഈ പറയുന്ന പരാതിക്കാരെ മാത്രം നമ്മൾ വിശ്വസിക്കണം, ഇപ്പുറത്ത് നിൽക്കുന്നവൻ പറയുന്നത് വിശ്വസിക്കാൻ പാടില്ല. ഈ രാജ്യത്തെ കോടതി പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല, ജുഡീഷ്യറി പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. അത് എന്തുകൊണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാൻ സാധിക്കാത്തത്. അത് അങ്ങനെ ഒരു മാനദണ്ഡം എന്തുകൊണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്ന കണക്ഷനുകൾ ഞാൻ പറഞ്ഞില്ലേ, രാഹുൽ മാങ്കൂട്ടം അയാൾ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഈ ഒരു ഇൻ്റർവ്യൂ പുറത്ത് വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രാഹുൽ ആയതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അയാൾ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ അയാൾ എല്ലാത്തിനുമുള്ള മറുപടിയും പറയും. അയാൾ അജയ്യനായി തുടരും. അയാൾ കോൺഗ്രസിലേക്കും തിരിച്ചെത്തും. അയാൾ പാലക്കാടിൻ്റെ MLA ആയിട്ട് തന്നെ ഉണ്ടാകും. ഈ കാര്യത്തിലൊന്നൊരു തർക്കവും എനിക്കില്ല. അവിടെയും ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട് നമ്മുടെ മുന്നിൽ. മനസ്സിലായില്ലേ? പക്ഷേ അതൊക്കെ വരും മണിക്കൂറുകളിൽ, വരും മണിക്കൂറുകളിൽ ഇതിനൊക്കെ ഒരു നീക്കുപോക്കുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇന്നലെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം താൻ പാലക്കാട്ട് മത്സരിക്കാനില്ല എന്ന് പറഞ്ഞതിലും, പാലക്കാട് മത്സരിക്കാനില്ല എന്ന് പറഞ്ഞാൽ പാർട്ടിയാണത് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞത്, അല്ലാതെ സ്വതന്ത്രനാവാനോ അല്ല മറ്റുള്ള രീതിയിലുള്ള ചിന്തകളിലേക്ക് താനില്ല എന്ന് പറഞ്ഞതും, പാലക്കാട്ടെ കോൺഗ്രസ് ഓൾറെഡി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ആരംഭിച്ചതും അവിടെ പേരെഴുതാനുള്ള സ്ഥലം ഒഴിവാക്കിയിട്ടതും 8 അക്ഷരങ്ങൾ വരെ എഴുതാനുള്ള സ്ഥലം ഒഴിവാക്കിയിട്ടതും ഒക്കെ ഇത്തരം ചില നീക്കുപോക്കുകൾക്ക് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു കാര്യമേ ഉറപ്പിച്ചും പറയുന്നു, രാഹുൽ മാങ്കൂട്ടം വേട്ടയ്ക്ക് പിന്നിൽ കരുക്കൾ നീക്കിയവരുടെ കൂട്ടത്തിൽ പിരായിരി MLAയും അവൻ്റെ കെട്ടിയോളും അവൻ്റെ കെട്ടിയോളുടെ ശിങ്കിടികളുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല.